പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോട് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ തീയതിയുമായി സ്തുതിക്കുന്നു. JCNDSD അഥവാ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നിത്യജീവമൊഴികൾ എന്ന വചന പരമ്പരയിൽ വീണ്ടും ഇളയവന് കടന്നു വരുവാനും ജീവനുള്ള ദൈവത്തിൻ്റെ സത്യവചനത്തെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ അല്പസമയം സ്വർഗ്ഗത്തിലെ ദൈവം ഇളയവന് നൽകിയത് ഓർത്ത ദൈവത്തെ തീയതിയുമായി സ്തുതിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ വരവ് നമ്മോട് ഏറ്റവും സമീപമായിരിക്കുന്നു. സ്തോത്രം. കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയുന്ന വിധത്തിലുള്ളതായ അനുഭവങ്ങളാണ് ലോകത്തിൽ ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ വരവ് നമ്മോട് അടുത്തിരിക്കുമ്പോൾ നാം നമ്മുടെ കർത്താവുമായിട്ട് കൂടുതൽ അടുത്തിരിക്കേണ്ടതും ആവശ്യമാണ്. ഇല്ല എങ്കിൽ കർത്താവിൻ്റെ വരവെങ്കിൽ കൈവിടപ്പെട്ടു പോകുവാനിടയായിത്തീരും. അങ്ങനൊരു സാഹചര്യം ഉണ്ടായാൽ അത് വലിയ പരാജയമായി തീരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരിക്കലും കർത്താവിനാൽ കൈവിടപ്പെട്ടു പോകുന്നൊരു അനുഭവത്തിലാകരുത്. ആകാതെ ഇരിക്കണമെങ്കിൽ നാം സേവിക്കുന്നവനായ നമ്മുടെ ദൈവത്തെ നാം അറിയേണ്ട പോലെ അറിയേണ്ടതും അവൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥകൾക്കൊത്തവണ്ണം നമ്മുടെ ജീവിതം നയിക്കേണ്ടതും ആവശ്യമാണ് എന്ന് ഈ സമയം നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. JCNDSD എന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പിലും യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ ആയിട്ട് നിങ്ങളുടെ വചനങ്ങൾ ശ്രമിക്കുന്നതായ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇത് അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയാണ്. ദൈവമാർ എന്ന വിഷയമാണ് കഴിഞ്ഞ നാളുകളിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നത്. അതേ വിഷയം തന്നെയാണ് ഇന്നും. അതിൻ്റെ 20ാമത്തെ ഭാഗമാണ് സംസാരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. സ്തോത്രം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് അല്പസമയം ദൈവസന്നിധിയിലായിരിക്കാം, വചനം ശ്രദ്ധിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവം ആറ് എന്ന വിഷയം ഏതാണ്ട് കഴിഞ്ഞ 19 ആഴ്ചകളായി നാം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് നാം അതിൻ്റെ 20ാമത്തെ ഭാഗമാണ് സംസാരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. സകല പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചവനായ ഏകസത്യ ദൈവത്തെ സംബന്ധിച്ച് പലർക്കും പല അഭിപ്രായങ്ങളും പല വിശ്വാസങ്ങളുമാണുള്ളത്. നമ്മുടെ ദൈവം ഏകനാകുന്നു എന്ന് സത്യവേദ പുസ്തകം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ ദൈവങ്ങളുണ്ട് എന്ന് പഠിപ്പിക്കുന്നതിലാണ് അനേകർ താല്പര്യപ്പെടുന്നത്. ഇത്തരം വ്യാജന്മാരുടെ എണ്ണം ദിനംപ്രതി ലോകത്തിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ശത്രുവാകുന്ന പിശാച് ഇത്തരക്കാരായ ആടുകളെ അവൻ്റെ പരിധിയിൽ നിർത്തിയിരിക്കുകയാണ്. പഴയ നിയമ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന യഹോവയായ ദൈവം തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് വിശ്വസിക്കുവാൻ സ്തോത്രം അവർക്ക് കഴിയുന്നില്ല. ദൈവം ഏകനാകുന്നു എന്ന് തിരുവെഴുത്തുകൾ പറയുമ്പോൾ ഒന്നിലധികം ദൈവങ്ങളുണ്ട് എന്ന് പറയുവാൻ അക്കൂട്ടർ മടിക്കുന്നില്ല. യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം ഈ കൂട്ടർ അംഗീകരിക്കുന്നില്ല. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനത്തെ അവർ സ്വീകരിക്കുന്നില്ല.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് പറഞ്ഞ് സ്നാനപ്പെടുത്തുന്നതിനും ഇവർ താൽപ്പര്യപ്പെടുന്നു. ദൈവവചന വ്യവസ്ഥകളെ തിരിച്ചറിയുവാൻ ഈ കൂട്ടർക്ക് കഴിയുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ശത്രുവിൻ്റെ വശീകരണത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അത്തരം ആളുകൾ സത്യം തിരിച്ചറിഞ്ഞ് സത്യത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് JCNDST എന്ന ഈ ഗ്രൂപ്പിലൂടെ കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാർ തിരുവചന സത്യം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് വിശ്വസിക്കുന്നത് അനുഗ്രഹമായിരിക്കും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുവാൻ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ നിലനിൽപ്പ് ബാഹ്യമായിട്ടുള്ള ഒന്നിനെയും ആശ്രയിച്ചുള്ളതല്ല എന്ന് എല്ലാ വ്യക്തികളും അറിഞ്ഞിരിക്കണം. അതിന് ആധാരമായി ചില തിരുവചന ഭാഗങ്ങൾ ചിന്തിക്കുവാനായിട്ട് താൽപ്പര്യപ്പെടുകയാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യഭാഗം നമുക്കേവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു വചനഭാഗമാണ്. എങ്കിലും അത് നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവരുവാനായിട്ട് താൽപ്പര്യപ്പെടുകയാണ്. അതിന് ദൈവം മോശയോട്, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം എന്ന് കൽപ്പിച്ചു. ഇതിൻ്റെ സാഹചര്യം നമുക്കറിയാം. മോശയെ ദൈവം മിസ്രയീമിലുള്ളതായ ദൈവജനത്തെ അവരുടെ കഷ്ടതകളിൽ നിന്ന് വിടുവിക്കേണ്ടതിന് വേണ്ടി അയക്കുവാൻ തീരുമാനിക്കുകയും മോശയെ അതിനുവേണ്ടി ഉത്തേജിപ്പിക്കുകയും ചെയ്യുമ്പോൾ പല വിധത്തിലുള്ളതായ തടസ്സവാദങ്ങൾ ഉന്നയിക്കുകയും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ മോശെ ശ്രമിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ കർത്താവ് നിർബന്ധമായിട്ടും മോശയെ തന്നെ കടന്നു പോകണമെന്നുള്ളതായ ചിന്തയോടെ മോശയോട് സംസാരിക്കുകയും മോശയുടെ തടസ്സങ്ങൾക്കെല്ലാം പരിഹാരമായി ചില വിഷയങ്ങൾ കർത്താവ് അവനെ അറിയിക്കുകയും തനിക്ക് സഹായത്തിനായിട്ട് തൻ്റെ സഹോദരൻ അഹരോനെയും കൂടെ തന്നോടുകൂടെ അയക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. അങ്ങനെ ഒരു വിധത്തിൽ മോശ കാര്യത്തിൽ സമ്മതിക്കുമ്പോൾ കർത്താവിനോട് ചോദിച്ച ഒരു ചോദ്യം, ഞാൻ നിന്റെ ജനമായ ഇസ്രായേലിൻ്റെ അടുക്കൽ കടന്നു എന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമാണ് എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അവർ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയുടെ നാമം എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ എന്താണ് പറയേണ്ടത്? അതിന് നിന്റെ നാമം എനിക്ക് വെളിപ്പെടുത്തി തരണമെന്നുള്ളതായ ഒരു ആവശ്യമാണ് മോശ ഉന്നയിക്കുവാനിടയായി തീർന്നത്. അതിന് കർത്താവ് കൊടുത്ത മറുപടിയാണ് ഇവിടെ നമുക്ക് വായിക്കുവാനിടയായി തീർന്നത്. അതിന് ദൈവം മോശയോട്, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണമെന്ന് ദൈവം കൽപ്പിക്കുവാനിടയായി തീർന്നു. യാതൊരു മാറ്റവും ദൈവിക ലക്ഷണങ്ങളിൽ ഉണ്ടാവുകയില്ല. സ്തോത്രം എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ദൈവത്തിൻ്റെ സകലവിധ ഗുണലക്ഷണങ്ങളിലും ഒരു മാറ്റവും ഉണ്ടാവുകയില്ല. എന്നാൽ ദൈവം മാറിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനുമായി ഇടപെടുന്നു എന്നാണ് നമുക്ക് ഈ വിഷയഭാഗത്തിലൂടെ പഠിക്കുവാനായിട്ട് കഴിയുന്നത്. സ്തോത്രം 1 ദിനവൃത്താന്തം 29-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, യഹോവേ, മഹത്വവും ശക്തിയും തേജസ്സും
യശസ്സും മഹിമയും നിനക്കുള്ളത്. സ്വർഗത്തിലും ഭൂമിയിലുള്ളതൊക്കെയും നിനക്കുള്ളതല്ലോ. യഹോവേ, രാജ്യത്വം നിനക്കുള്ളതാകുന്നു. നീ സകലത്തിനും മീതെ തലവനായിരിക്കുന്നു എന്ന് അതിൻ്റെ 11-ാമത്തെ വാക്യഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. യഹോവ സകല മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിറഞ്ഞവനാണ് എന്ന് ആ ഭാഗം കാണുകയാണ്. സ്വർഗത്തിലും ഭൂമിയിലുള്ളതൊക്കെയും യഹോവയ്ക്കുള്ളതാകുന്നു എന്നും രാജ്യത്വവും നിനക്കുള്ളതാകുന്നു, നീ സകലത്തിനും മീതെ തലവനായിരിക്കുന്നു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മുടെ ദൈവത്തെക്കാൾ വലിയവനായ ആരുമില്ല. സകല മഹിമയ്ക്കും യോഗ്യനായവൻ നാം സേവിക്കുന്നവനായ നമ്മുടെ കർത്താവാകുന്നു എന്ന് വളരെ വ്യക്തമായിട്ടും നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നു. അതിൻ്റെ 12-ാമത്തെ വാക്യഭാഗത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ധനവും ബഹുമാനവും നിങ്കൽ നിന്ന് വരുന്നു, നീ സർവവും ഭരിക്കുന്നു, ബലവും ശക്തിയും നിന്റെ കയ്യിലിരിക്കുന്നു, സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തിയാകുന്നു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയുന്നു. ദൈവം സകലത്തിൻ്റെയും സൃഷ്ടാവാകിയാൽ സകലത്തിൻ്റെയും പരമാധികാരം അവനുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന നിലയിലാണ് ഈ വാക്യഭാഗങ്ങൾ നമുക്ക് വായിക്കുവാൻ കഴിഞ്ഞത്. സ്തോത്രം. പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ, ഞാൻ വിശുദ്ധനായിരിക്കയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് അവിടെ കാണുവാൻ കഴിയുന്നു. നമ്മുടെ ദൈവം വിശുദ്ധനാണ്. അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ ഓരോരുത്തരും അവൻ്റെ മുന്നിൽ വിശുദ്ധരായിരിക്കണമെന്ന് കർത്താവ് സംസാരിക്കുന്നതായിട്ടാണ് ഇവിടെ കർത്താവിൻ്റെ ദാസൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. 2 ദിനവൃത്താന്തം 12-ന്റെ 6-ാമത്തെ വാക്യഭാഗത്തിൽ നമ്മൾ വായിക്കുന്നത്, അതിന് ഇസ്രായേൽ പ്രഭുക്കന്മാരും രാജാവും തങ്ങളെ തന്നെ താഴ്ത്തി യഹോവ നീതിമാനാകുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. ഇസ്രായേലിൻ്റെ പ്രഭുക്കന്മാരും ഇസ്രായേൽ രാജാവും തങ്ങളെ തന്നെ ദൈവം മുൻപാകെ താഴ്ത്തി യഹോവ നീതിമാനാകുന്നു എന്ന് പറഞ്ഞു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണുവാൻ കഴിയുന്നു. സങ്കീർത്തനം 89-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ, നീതിയും ന്യായവും നിന്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാകുന്നു, ദയയും വിശ്വസ്തതയും നിനക്ക് മുൻപായി നടക്കുന്നു എന്ന് അവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുകയാണ്. നീതിയും ന്യായവും ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാകുന്നു എന്നും ദയയും വിശ്വസ്തതയും ജീവനുള്ള ദൈവത്തിന് മുൻപായി നടക്കുന്നു എന്നും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയുന്നു. നമ്മുടെ ദൈവം നീതിമാനായ ദൈവമാണ്. ന്യായവും നീതിയും അവൻ്റെ പക്കലുണ്ട്. അവൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാകുന്നു. ദയയും വിശ്വസ്തതയും അവനുള്ളതാകുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. സങ്കീർത്തനം 97-ന്റെ 2-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ, മേഘവും അന്ധകാരവും അവൻ്റെ ചുറ്റുമിരിക്കുന്നു, നീതിയും ന്യായവും അവൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാകുന്നു എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. നമ്മുടെ ദൈവം സത്യവും നീതിയും ഉള്ളവനാകുന്നു എന്നാണ് ഈ വചനഭാഗത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. സ്തോത്രം. വീണ്ടും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, സ്തോത്രം, റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യഭാഗത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നിന്റെ വാക്കുകളിൽ നീ നീതീകരിക്കപ്പെടുവാനും നിന്റെ ന്യായവിസ്താരത്തിൽ ജയിപ്പാനും എന്നെഴുതിയിരിക്കുന്നത് പോലെ ദൈവം സത്യവാൻ, സകല മനുഷ്യരും ഭോഷ്കു പറയുന്നവർ എന്നേ വരൂ എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ
കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നു, നിന്റെ വാക്കുകളിൽ നീ നീതീകരിക്കപ്പെടുവാനും നിന്റെ ന്യായവിസ്താരത്തിൽ ജയിപ്പാനും എന്നെഴുതിയിരിക്കുന്നത് പോലെ ദൈവം സത്യവാൻ, സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവർ എന്നീ വരൂ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. സ്തോത്രം. മുകളിൽ നാം പഴയ നിയമത്തിൽ വായിച്ചത് നമ്മുടെ ദൈവം നീതിമാനാകുന്നു, ഇസ്രായേൽ പ്രഭുക്കന്മാരും രാജാവും തങ്ങളെ തന്നെ താഴ്ത്തി യഹോവ നീതിമാനാകുന്നു എന്ന് പറയുന്നു എന്നവിടെ കാണുവാൻ കഴിയുന്നു. നീതിയും ന്യായവും ജീവനുള്ള ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാകുന്നു എന്നും ദയയും വിശ്വസ്തതയും ജീവനുള്ള ദൈവത്തിൻ്റെ മുൻപായി നടക്കുന്നു എന്നും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പിന്നീട് മേഘവും അന്ധകാരവും അവൻ്റെ ചുറ്റുമിരിക്കുന്നു, നീതിയും ന്യായവും അവൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാകുന്നു എന്നും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇങ്ങനെ പഴയ നിയമത്തിൽ നീതിമാനായ ദൈവത്തെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ യഹോവയായ ദൈവം ആ നീതിമാനായ ദൈവമാകുന്നു എന്നും, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇവിടെ കർത്താവിൻ്റെ ദാസനായ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമിലുള്ളതായ വിശ്വാസികൾക്ക് എഴുതുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: നിന്റെ വാക്കുകളിൽ നീ നീതീകരിക്കപ്പെടുവാനും നിന്റെ ന്യായവിസ്താരത്തിൽ ജയിപ്പാനും എന്നെഴുതിയിരിക്കുന്നത് പോലെ ദൈവം സത്യവാൻ, സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവർ എന്നീ വരൂ എന്നവിടെ കാണുവാൻ കഴിയുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു നീതീകരിക്കപ്പെടുവാൻ ഇടയായിത്തീരുമെന്നും അവൻ നീതിമാനായ ദൈവമാണെന്നും അവൻ്റെ ന്യായവിസ്താരത്തിൽ അവൻ ജയിക്കുന്നവനാണ് എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്: ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അപ്പോൾ ഇവിടെ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു എന്ന് അവിടെ കാണുവാൻ കഴിയുന്നു. അപ്പോൾ ഇത് രണ്ട് വ്യക്തികളെ സൂചിപ്പിക്കുന്നതായിട്ട് ചിലപ്പോൾ ചിലർക്ക് തോന്നിയെന്ന് വരാം. പക്ഷേ ഇത് രണ്ട് വ്യക്തികളെയല്ല, ഏക സത്യ ദൈവത്തിൻ്റെ രണ്ട് വിധ പ്രവർത്തനങ്ങളെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഏകസത്യ ദൈവത്തിൻ്റെ ദൈവത്വത്തെയും അവൻ്റെ മനുഷ്യത്വത്തെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. ഏകസത്യ ദൈവമായ യേശുവിനെ അറിയുന്നത് നിത്യജീവനാകുന്നു എന്നാണ് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവൻ്റെ സ്തോത്രം യോഹന്നാൻ്റെ ലേഖനത്തിലും നമ്മൾ വായിക്കുന്നു, അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു എന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അപ്പോൾ യേശു ക്രിസ്തു എന്ന് പറഞ്ഞിരിക്കുന്നതും സത്യദൈവം എന്ന് പറയുന്നതും രണ്ട് വ്യക്തികളല്ല, അവൻ്റെ ദൈവ സ്വഭാവവും അവൻ്റെ മനുഷ്യ സ്വഭാവവുമാണ് അവിടെ സൂചിപ്പിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. ഇത് ഏക സത്യ ദൈവത്തിൻ്റെ രണ്ട് വിധത്തിലുള്ളതായ വെളിപ്പാടുകളാണ് എന്ന് മനസ്സിലാക്കുവാനും അത് അങ്ങനെ വിശ്വസിക്കുവാനും അംഗീകരിക്കുവാനും കഴിയുന്നത് തന്നെ നിത്യജീവനാകുന്നു എന്നാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അത് വിശ്വസിക്കുവാനും അംഗീകരിക്കുവാനും കഴിയാത്ത ഒരു വ്യക്തിക്ക് ജീവനെ ലഭിക്കുകയില്ല, അഥവാ നിത്യജീവൻ ലഭിക്കുകയില്ല എന്ന് തിരുവചനം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ദൈവം നീതിമാനായ ദൈവമാണ്, അവനാണ് സത്യദൈവം. ആ സത്യദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു എന്നുള്ളതായ വിശ്വാസം ഓരോ ദൈവ പൈതലിലും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നിത്യജീവൻ അവകാശമാക്കുവാൻ കഴിയുകയുള്ളൂ എന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യഭാഗത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു:
ആകയാൽ നിന്റെ ദൈവമായ യഹോവ തന്നെ ദൈവം, അവൻ തന്നെ സത്യദൈവം എന്ന് നീ അറിയണം. അവൻ തന്നെ സ്നേഹിച്ച് തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ നിയമവും ദയയും പാലിക്കുന്നു. സ്തോത്രം. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിന്റെ ദൈവമായ യഹോവ തന്നെയാണ് നിന്റെ ദൈവം. അവൻ തന്നെ സത്യദൈവം എന്ന് നീ അറിയണം. അവൻ തന്നെ സ്നേഹിച്ച് തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ നിയമവും ദയയും പാലിക്കുന്നു എന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നാം സേവിക്കുന്നവനായ നമ്മുടെ ദൈവം സത്യദൈവമാണ്. അവൻ നിത്യജീവനാണ്. അത് പഴയ നിയമത്തിൽ യഹോവയായ ദൈവത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന അതേ നിലയിൽ തന്നെയാണ് പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചും നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യഭാഗത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം അറിഞ്ഞും വിശ്വസിച്ചുമിരിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം തൻ്റെ സ്നേഹത്തെ നമ്മോട് വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. നാം അവനെ അറിഞ്ഞ് വിശ്വസിച്ചുമിരിക്കുന്നു എന്നാണ് ഇവിടെ കർത്താവിൻ്റെ ദാസൻ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ ദൈവം സ്നേഹം തന്നെ എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. സ്തോത്രം. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. ദൈവം വസിക്കുന്നില്ല എങ്കിൽ അവനിൽ സ്നേഹത്തിൻ്റെ കണിക പോലും കാണുവാൻ കഴിയുകയില്ല എന്ന് തിരുവചനം നമ്മെ വളരെ വ്യക്തമായിട്ടും പഠിപ്പിക്കുകയാണ്. സ്തോത്രം. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യഭാഗത്തിൽ കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചിരുന്നവരായ നമ്മെ ക്രിസ്തുയേശുവിനോടുകൂടെ ഉയർപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. കരുണാസമ്പന്നനായ കർത്താവ്, നമ്മുടെ കർത്താവ് കരുണയും കൃപയും ദയയും ഉള്ളവനായ ദൈവമാണ്. അവൻ സ്നേഹനിധിയായ കർത്താവാണ്. അവൻ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ്റെ സ്നേഹം മഹാസ്നേഹമാണ്. അതിനിമിത്തമായിട്ട് നമുക്കുണ്ടായിരിക്കുന്ന ഭാഗ്യം, അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു നാം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിക്കുകയും തൻ്റെ കൃപയാൽ രക്ഷിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. നമ്മുടെ കർത്താവ് സ്നേഹനിധിയായ കർത്താവാണ്. അവൻ കരുണാസമ്പന്നനാണ്. സ്തോത്രം. അവൻ മുഖാന്തരം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യം, സ്തോത്രം, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും കൃപയാൽ രക്ഷിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ
11-ാമത്തെ വാക്യഭാഗം നമ്മൾ വായിക്കുമ്പോൾ, സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുപിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സലിവും ഉള്ളവനല്ലോ എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. പലവിധത്തിലുള്ളതായ പരീക്ഷകളും പരിശോധനകളും ദുഃഖങ്ങളും ഭാരങ്ങളും വേദനകളും കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ യോബിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാനിടയായി തീർന്നു. ഇത്തരത്തിലുള്ളതായ ദുരനുഭവങ്ങൾ പലതും തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അതെല്ലാം സഹിക്കുവാനുള്ളതായ മനോഭാവം യോബിനുണ്ടായിരുന്നു എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. യോബിനെ പോലെ നാമും സഹിഷ്ണുതയുള്ളവരായിരിക്കണമെന്നാണ് ഇവിടെ വചനഭാഗത്തിൽ കർത്താവിൻ്റെ ദാസൻ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. സഹിഷ്ണുത എന്ന് പറയുമ്പോൾ കഷ്ടം സഹിക്കുവാനുള്ളതായ മനോഭാവം എന്നാണ് അതിനെ അർത്ഥമാക്കുന്നത്. അപ്പോ യോബിന് സഹിഷ്ണുതയുണ്ടായിരുന്നു. അവൻ്റെ സഹിഷ്ണുത നിമിത്തമായിട്ട് അവനുണ്ടായതായ ഭാഗ്യാവസ്ഥയെ സംബന്ധിച്ച് തിരുവചനം നമ്മെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് അവൻ്റെ ജീവിതത്തിൽ വരുത്തിയ അവസാനം കണ്ടുപിരിക്കുന്നു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. കർത്താവ് മഹാകരുണയും മനസ്സരവും ഉള്ളവനല്ലോ എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി കഷ്ടം സഹിക്കുന്ന ഏതൊരു വ്യക്തിയെയും കർത്താവ് മറന്നു കളയുന്നവനല്ല. കർത്താവ് അവനോട് മനസ്സലിവും കരുണയും ഉള്ളവനാണ്. അവൻ്റെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം വരുത്തുവാനിടയായിത്തീരും എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. യോബിന് തൻ്റെ സമ്പത്തുകളെല്ലാം നഷ്ടപ്പെട്ടു. തൻ്റെ മക്കൾ തനിക്ക് നഷ്ടമായി തീർന്നു. മഹാരോഗിയായി തീർന്നു. പലവിധത്തിലുള്ളതായ കഷ്ടങ്ങളും വേദനകളും താൻ അനുഭവിക്കേണ്ടുന്ന സാഹചര്യമുണ്ടായി. പല നിലകളിലുള്ളതായ പരീക്ഷകളും പരിശോധനകളും തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. തൻ്റെ സ്വന്തം ഭാര്യ പോലും തന്നെ തള്ളിപ്പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളായി സുഹൃത്തുക്കളായി കടന്നു വന്നവരും അവനെ കുറ്റക്കാരനാക്കി സംസാരിച്ചു. എന്നാൽ പലവിധത്തിലുള്ളതായ പ്രയാസങ്ങളിലൂടെ താൻ കടന്നു പോകേണ്ടി വന്നെങ്കിലും തൻ്റെ അധരം കൊണ്ടുപോലും താൻ ഒരു പാപവും ചെയ്യാതെയും ജീവനുള്ള ദൈവത്തെ തള്ളിക്കളയാതെയും അവൻ വളരെ സഹിഷ്ണുത കാണിക്കുവാനിടയായി തീർന്നു എന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. അങ്ങനെ സഹിഷ്ണുത ദൈവം മുൻപാകെ കാണിക്കുകയും ഒടുവിൽ കർത്താവ് അവൻ്റെ ജീവിതത്തിൽ വരുത്തിയ അവസാനം വളരെ സന്തോഷകരമാകുന്ന അനുഭവമായിരുന്നു എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. അവൻ്റെ രോഗങ്ങളും കഷ്ടങ്ങളും പ്രയാസങ്ങളെല്ലാം മാറി. അവന് നഷ്ടപ്പെട്ടു പോയതായ സമ്പത്തുകളൊക്കെ അവന് ഇരട്ടിയായി ലഭിച്ചു. അവന് നഷ്ടപ്പെട്ടതായ തൻ്റെ മക്കൾ വീണ്ടും അതുപോലെ പുത്രസമ്പത്ത് അവനുണ്ടായി. അവൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു. സൗന്ദര്യം മെച്ചപ്പെട്ടു. ഏതാണ്ട് 140ഓളം വർഷം പിന്നെയും ജീവിച്ചിരിക്കുവാനുള്ളതായ ദീർഘായുസ് ദൈവം അവന് നൽകി. അവൻ സുഖലോലുപനായി പിന്നീട് ജീവിക്കുവാനിടയായി തീർന്നു എന്നും തന്നെ കുറ്റപ്പെടുത്തിയവരും തന്നെ തള്ളിപ്പറഞ്ഞവരുമായ ആളുകൾ സ്തോത്രം യോബിൻ്റെ മുൻപാകെ മുട്ടുമടക്കുകയും യോബിനോട് പ്രാർത്ഥന ആവശ്യപ്പെടുകയും യോബ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ രോഗബന്ധനങ്ങളിൽ നിന്നും മുക്തി നേടുവാനിടയായി തീർന്നു എന്ന്
ദൈവവചനത്തിലൂടെ നമുക്ക് വ്യക്തമായി പഠിക്കുവാനായിട്ട് കഴിയുന്നു. പ്രിയപ്പെട്ട ദൈവമക്കൾ, ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഭാരങ്ങളും വേദനകളൊക്കെ ഉണ്ടാകുമ്പോൾ സ്തോത്രം, ദൈവസന്നിധിയിൽ മടുത്തു പോകാതെ വിശ്വാസത്തിൽ ഉറപ്പോടും ധൈര്യത്തോടും വളരെ സഹിഷ്ണുതയോടും കൂടെ നിൽക്കുവാനിടയായി തീർന്നാൽ ദൈവം അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുകയും സന്തോഷവും സമാധാനവും അനുഗ്രഹവും ആത്മീയമായും ഭൗതികമായും അവൻ്റെ ജീവിതത്തിൽ ആ അനുഗ്രഹങ്ങളെ നൽകുവാനിടയായിത്തീരുമെന്ന് ദൈവവചനം വളരെ വ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യഭാഗങ്ങൾ നാം പഠിക്കുമ്പോൾ ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു എന്ന് കാണുവാൻ കഴിയുന്നു. ക്രിസ്തു യേശുവിൽ വീണ്ടെടുക്കപ്പെട്ട ഓരോ ദൈവ പൈതലിനെയും കുറിച്ചുള്ള കർത്താവിൻ്റെ വാത്സല്യം അത് തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് വേണ്ടി ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഓരോ ദൈവ പൈതലിനെയും ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു എന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ കർത്താവ് അവനോടുകൂടെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു എന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ ആ മഹാസന്തോഷത്തെ ഒരിക്കലും നാം നഷ്ടപ്പെടുത്തി കളയാതെ വണ്ണം കർത്താവിൻ്റെ വരവോളം വിശ്വസ്തമായി അവനെ സേവിക്കുവാൻ ഇടയായിത്തീരുകയും സത്യവചനത്തെ യഥാർത്ഥമായി വിശ്വസിക്കുകയും അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിത്യനായ കർത്താവിൻ്റെ വരവെങ്കിൽ നിത്യമായ സന്തോഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ നൽകും എന്ന ദൈവവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. സ്തോത്രം. 86-ാമത്തെ സങ്കീർത്തനം 15-ാമത്തെ വാക്യഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. നീയോ കർത്താവേ, കരുണയും കൃപയും നിറഞ്ഞ ദൈവമാകുന്നു, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയും ഉള്ളവൻ തന്നെ എന്നവിടെ കാണുവാൻ കഴിയുന്നു. കർത്താവ് കരുണയും കൃപയും നിറഞ്ഞ ദൈവമാകുന്നു, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയും ഉള്ളവൻ തന്നെ എന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. സ്തോത്രം. പഴയ നിയമത്തിൽ നമ്മൾ മറ്റ് പുസ്തകങ്ങളിലൂടെ നമ്മൾ വായിച്ചതെല്ലാം യഹോവയായ ദൈവം കരുണയും കൃപയും നിറഞ്ഞ ദൈവമാകുന്നു എന്നാണ്. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കർത്താവ് കരുണയും കൃപയും നിറഞ്ഞ ദൈവമാകുന്നു, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയും ഉള്ളവൻ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നു. കർത്താവ് എന്ന് പറയുമ്പോൾ വേദപുസ്തകത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്, സ്തോത്രം, കർത്താവായി യേശുക്രിസ്തു എന്ന ഏക കർത്താവ് മാത്രമാണ് നമുക്കുള്ളത് എന്നാണ്. ഒരേ ഒരു കർത്താവ് അത് യേശുക്രിസ്തു ആകുന്നു എന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയതായ ലേഖനത്തിൽ അതിൻ്റെ സ്തോത്രം 8-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യഭാഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. ഒരേ ഒരു കർത്താവ് യേശുക്രിസ്തുവാണ്. എന്നാൽ പഴയ നിയമത്തിൽ യഹോവയായ കർത്താവ്
കർത്താവായ യഹോവ അല്ലെങ്കിൽ കർത്താവായ ദൈവം എന്നൊക്കെ പഴയ നിയമപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ പുതിയ നിയമപുസ്തകത്തിൽ നാം കാണുന്ന കർത്താവ് യേശു ക്രിസ്തുവാണ്. അതിലൂടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നതായ വിഷയം നമ്മുടെ കർത്താവിൻ്റെ മഹിമകളെ കുറിച്ച് വർണ്ണിച്ചാലും തീരുകയില്ല എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ദൈവത്തെക്കുറിച്ച് പൂർണ്ണമായി അറിയുവാനോ അവനെ നമ്മുടെ മാനുഷികമാകുന്ന വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുവാനോ സാധ്യമല്ല എന്നാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. ദൈവിക ഗുണങ്ങളെല്ലാം തന്നെ മനുഷ്യബുദ്ധിക്ക് അപ്രാപ്യമായിട്ടുള്ള ഒരു വിഷയമായിട്ടാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. ദൈവം മഹത്വപൂർണനാകുന്നു എന്ന് പഠിക്കുവാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ മഹിമയും വിവേകവും അവൻ്റെ സകല വഴികളും മനുഷ്യബുദ്ധി കൊണ്ട് അളക്കുവാൻ കഴിയുന്നതല്ല എന്ന് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നു. എന്നാൽ തിരുവചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയോ അങ്ങനെ മാത്രമേ നമുക്ക് ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും കഴിയുകയുള്ളൂ. തിരുവചനത്തിലൂടെ സർവശക്തനായ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരാത്ത ഒരു കാര്യവും ദൈവത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതല്ല. എന്നാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതിനേക്കാൾ വളരെ വളരെ വലുതാണ് ദൈവത്തിൻ്റെ സകല പ്രവർത്തനങ്ങളും എന്ന് തിരുവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. നാം മുകളിൽ വായിക്കപ്പെട്ടതായ തിരുവചന ഭാഗങ്ങൾ നാം പഠിച്ചപ്പോൾ പൂർണ്ണമായി പഠിക്കുവാൻ കഴിഞ്ഞത് പഴയ നിയമത്തിലെ യഹോവ തന്നെയാണ് പുതിയ നിയമത്തിൽ നാം കാണുന്ന യേശു ക്രിസ്തു എന്ന് വളരെ വ്യക്തമായിട്ടും ഈ വിഷയഭാഗങ്ങൾ അഥവാ നാം വായിച്ച വചനഭാഗങ്ങൾ വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ പഴയ നിയമത്തിലെ യഹോവ തന്നെയാണ് പുതിയ നിയമത്തിലെ യേശു ക്രിസ്തു എന്ന് വേദപുസ്തകം വളരെ ശക്തമായും വ്യക്തമായിട്ടും നമ്മെ പഠിപ്പിക്കുമ്പോൾ അതിന് വിപരീതമായി അതങ്ങനെയല്ല എന്ന് സമർത്ഥിക്കുവാൻ ഒരു കൂട്ടം ആളുകൾ ശ്രമിക്കുന്നത് തികച്ചും പൈശാചികമാണ് എന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ. ദൈവവചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ദൈവം ഏകനാണ് എന്ന് ദൈവം പഠിപ്പിക്കുമ്പോൾ അങ്ങനെയല്ല, ദൈവം ഒന്നിലധികമുണ്ട് എന്ന് പഠിപ്പിക്കുവാൻ മനുഷ്യർ ശ്രമിക്കുന്നത് പൈശാചികമാകുന്ന വിഷയമായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പിശാചാണ് അത്തരത്തിലുള്ളതായ ചിന്തകൾക്ക് അവർക്ക് ഉത്തേജനം കൊടുക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. കാരണം ജീവനുള്ള ദൈവത്തിൻ്റെ ആ നിർമ്മലതയും അവൻ്റെ മഹത്വവും ലോകം അറിയരുത് അഥവാ മനുഷ്യൻ മനസ്സിലാക്കരുത്, സത്യദൈവത്തിങ്കിലേക്ക് മനുഷ്യൻ തിരിയരുത് എന്നൊക്കെ ഉള്ളതായ ചിന്താഗതിയാണ് ശത്രുവിൻ്റേത്. അതിനുവേണ്ടിയാണ് ശത്രു ഇത്തരത്തിലുള്ളതായ പലവിധ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യനെ തെറ്റായ നിലയിൽ പഠിക്കുവാൻ പ്രേരിപ്പിക്കുകയും അങ്ങനെ ലോകത്തിൽ പ്രചരിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു. കാരണം ഒരു വ്യക്തി പോലും രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീരരുത് എന്ന് പിശാച് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ, നാം സേവിക്കുന്നവനായ നമ്മുടെ ദൈവം, ആ ദൈവം പഴയ നിയമത്തിൽ യഹോവയായ ദൈവം എന്ന് നമ്മൾ പഠിക്കുവാൻ ഇടയായി തീർന്നു എങ്കിൽ ആ യഹോവയായ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിൽ നാം വിശ്വസിക്കുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവനല്ലാതെ മറ്റൊരു ദൈവം ഇല്ല.
എന്ന് വളരെ വ്യക്തമായിട്ടും ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ദൈവം ആരാണ് എന്ന ചോദ്യത്തിന് സ്തോത്രം, പഴയ നിയമത്തിൽ കാണുന്ന യഹോവയായ ദൈവമാണ്. പുതിയ നിയമത്തിൽ നാം പഠിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു എന്ന് മാത്രമാണ് അതിനൊരു മറുപടി പറയുവാൻ കഴിയുന്നത്. ഇത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ശിക്ഷാവിധിയിൽ അകപ്പെടാതെ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുവാൻ ഈ വചനം കേൾക്കുന്ന സകല പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിങ്കലുള്ളതായ വിശ്വാസത്താൽ നിത്യജീവനെ അവകാശമാക്കുവാൻ തയ്യാറായിക്കൊള്ളണമെന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അന്ത്യകാലമാണ്, നമ്മുടെ നാഥൻ വരാറായി. അവൻ്റെ വരവിൻ്റെ ലക്ഷണമാണ് ഈ ലോകത്തിൽ എവിടെയും കാണുന്നത്. എവിടെ നോക്കിയാലും സ്തോത്രം കർത്താവിൻ്റെ വരവിൻ്റെ അവസ്ഥകളെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് കർത്താവ് വരുമ്പോൾ കൈവിടപ്പെട്ടു പോകാതെയും സ്തോത്രം നിരാശ്രയരായി തീരാതെയും ഇരിക്കേണ്ടതിന് നിത്യജീവന്റെ ഓഹരിക്കാരായി തീരുവാൻ നമുക്ക് ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് ആശ്രയിക്കാം. നമുക്ക് ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ. ആ ദൈവം പഴയ നിയമത്തിൽ കാണുന്ന യഹോവ, പുതിയ നിയമത്തിൽ അവൻ യേശു ക്രിസ്തുവാണ്. അത് സ്തോത്രം വിശ്വസിക്കുവാനും അംഗീകരിക്കുവാനും തയ്യാറാകുന്നവർക്ക് നിത്യജീവനെ അവകാശമാക്കുവാൻ കഴിയും. അത് തിരസ്കരിക്കുന്നവർ നിത്യശിക്ഷാവിധിയിൽ അകപ്പെടുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിച്ച് നിത്യതയിൽ പങ്കാളികളായിത്തീരുവാൻ ഈ അന്ത്യകാലത്ത് സകലരെയും ദൈവം ഒരുക്കട്ടെ, സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന ആത്മാർത്ഥതയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ തൽക്കാലം നിർത്തുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. അതല്ലാതെ രക്ഷയ്ക്കായിട്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന മറ്റൊരു പദ്ധതിയുമില്ല എന്ന് വളരെ വ്യക്തമായി വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. തിരുവചനത്തിൽ ആശ്രയിച്ച് ജീവരക്ഷ പ്രാപിച്ച് നിത്യതയിൽ പങ്കാളികളാക്കുവാൻ എവരെയും കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഈ വൈകിയ സമയത്ത് അല്പസമയം ദൈവവചനം സംസാരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയവന് ഭാഗ്യം നൽകിയത് കൊണ്ട് ദൈവത്തെ അധികമായി സ്തുതിക്കുന്നു. ഇടയവന് വേണ്ടി ഈ സമയം വേർതിരിച്ചു വന്ന JCNDST എന്ന ഈ ഗ്രൂപ്പിൻ്റെ സംഘാടകരായിരിക്കുന്ന അഡ്മിന്മാരായിരിക്കുന്ന ബഹുമാന്യ കർത്താവിൻ്റെ ദാസന്മാർക്കും പ്രിയപ്പെട്ടവർക്ക് ഏവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹത്തെയും നന്ദി അറിയിച്ചുകൊണ്ടും ഇടയവനെ ഇത്രത്തോളം ബലപ്പെടുത്തിയ സർവ്വലവനായിരിക്കുന്ന കർത്താവിന് സകലവിധമാകുന്ന മാനവും മഹത്വവും കരയേറ്റിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു. അല്പസമയം തിരുവചനത്തിൽ നിന്നും സംസാരിക്കുവാൻ ഇടയവന് ഭാഗ്യം നൽകിയത് കൊണ്ട് സ്തോത്രം. ഇടയന് സംസാരിക്കപ്പെട്ട വിഷയം കേൾവിക്കാർക്ക് അനുഗ്രഹമായി തീരുവാൻ നീ സഹായിക്കണമേ. കർത്താവേ സ്തോത്രം, ഇത് നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമാകേണ്ടതിനും സഹായിക്കണം. ഈ ഗ്രൂപ്പിനെ അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാരെ, ദൈവജനത്തെ എല്ലാം അനുഗ്രഹിക്കണം. എല്ലാവിധമാകുന്ന ആത്മീയ അനുഗ്രഹങ്ങളാലും നിറയ്ക്കണം. പ്രാർത്ഥന തിരുമേനി കേട്ടതുകൊണ്ട് സ്തോത്രം. സകല മഹത്വം ചെയ്യട്ടെ യേശു ക്രിസ്തുവിൻ്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.